ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പിന്നെയും വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളെ പരിപാടി അബുദാബി പോവാ. അബുദാബി പോയിട്ട് നമ്മളെ വീഡിയോയിലൊക്കെ വരുന്ന ഒരു പൂച്ചി എന്ന് പറഞ്ഞ നമ്മളൊരു കുടുംബക്കാരുണ്ട്, നമ്മളെ ബ്രദറാണ്. അവൻ്റെ അടുത്തേക്കുള്ള പോണ യാത്രയാണ് ഞങ്ങൾ. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇതൊക്കെ കുഞ്ഞാവ ഡ്രൈവിങ്ങിലാണ്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേമാതിരി റൂഫ്. ഇപ്പോൾ ഞങ്ങൾ ജബലാലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് പോകേണ്ട പ്രത്യേകതകൾ ഒരുപാട് സംഗതികൾ ഉണ്ട്. ഇന്ന് നമുക്ക് വരാൻ അവിടെ പോയിട്ട് പൂച്ചിൻ്റെ അവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എന്താ പറയുന്നത് ആ നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം, ഇവർ കാണട്ടെ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് ജബലാലി. അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങളിങ്ങനെ ജബലാലി എത്തി, ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ ഇടേണ്ടത് ആഴ്ച 2 ദിവസമല്ല നമ്മൾ വീഡിയോ ഇടല്. ആഴ്ചയിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഡെയിലി വീഡിയോ ഇടാത്ത. പിന്നെ കുഞ്ഞാവ ഫാൻസൊക്കെ ആകെ ആലിളകി ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് വീഡിയോ ഇടാത്ത എന്നൊക്കെ പറഞ്ഞിക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസമാണ് ഞങ്ങൾ വീഡിയോ ഇടല്. അതൊന്ന് ചൊവ്വാഴ്ച റേറ്റ് എടുത്തു. ചൊവ്വാഴ്ച അടുത്ത റൗണ്ട് അവിടുന്ന് റേറ്റ് അല്ലേ, ഇന്ന് റേറ്റ് എടുത്തു. നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് വീഡിയോ എടുക്കല്. ഒന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്, പിന്നെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. ഇതാണ് നമ്മൾ 2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യല് ആഴ്ചയിൽ. അപ്പോൾ ആ ആഴ്ചയിൽ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളൊന്ന് വൈറലാക്കുക. വൈറലാക്കുക. കുഞ്ഞാവൊക്കെ എന്താ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞാവൊന്നും നെൽത്തല്ല ഉള്ളത്, അവർക്ക് ഭയങ്കര ഫാൻസ് കൂടി എന്നൊക്കെ പറഞ്ഞിക്കാണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ എന്താ പറയുക, ഞങ്ങളെ ഒഴിവ് സമയത്ത് ഞങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്, അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമ്മളെ ഇതൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കേട്ടോ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഇപ്പം നമ്മളെ വീട്ടുകാരും നാട്ടുകാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല, കുഞ്ഞാവാനൊന്ന് സപ്പോർട്ട് ചെയ്യാം. അത് മെയിനാണ്, ഒന്ന് വൈറലായിക്കോട്ടെ. പിന്നെ അതേമാതിരി നമ്മളെ വീട്ടുകാരും നമ്മളെ നാട്ടുകാരും പിന്നെ അതേമാതിരി റോഫിന്റെ നാട്ടുകാരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. റോഫ നമ്മളെ നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് ഒക്കെ പറയുമ്പോൾ നമുക്കൊരു രസമല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ബാക്കി വീഡിയോ പോണ വഴിക്ക് നല്ല നല്ല കാഴ്ചകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അബുദാബി പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്താണ് ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ട് എൻ്റെ നാട്ടുകാർ കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നല്ല അഭിപ്രായം. എന്താ ഫാമിലിയൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും വീഡിയോസ് സപ്പോർട്ട് ഇല്ല. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് കയറി വരും, കയറി വരണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ അല്ലേ. കണ്ണാട വെച്ചിട്ട് പുതിയ ലുക്ക് അയക്കണം കേട്ടാ, മാര കഴിക്കണം. കണ്ണാട വലിപ്പം പൊള്ളിയാണ്. രണ്ടെണ്ണമായിട്ട് കാണുന്നില്ലല്ലോ. ഇപ്പൊ ഇന്ന് മരക്കാരെ കിട്ടിയിട്ടില്ലേ നമുക്ക്. മരക്കാർ ഇന്ന് ഡ്യൂട്ടിയിലാണ്, ഒഴിവില്ല. മരക്കാർ അടുത്ത ആഴ്ച ഉണ്ടാവും. എനിക്ക് 2 ആഴ്ച കൂടുമ്പോഴാണ് ലീവുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇപ്പോൾ മക്തൂം എയർപോർട്ട് റോഡിൽ അബുദാബിക്ക്. ഇതാണ് ഇവിടെ റോട്ടിൽ കാണിച്ച ഒരാളുടെ 2 സൈഡിൽ ഇതാ അതിമനോഹരമായിട്ടുള്ള മരുഭൂമികൾ, 2 എന്താ പറയുക ട്രക്കുകൾ 2 സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ മെയിൻ ഹൈവേക്ക് കയറും കേട്ടോ, അബുദാബി റോട്ടിൽ കയറും. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റിംഗ് ഏരിയ, അതേമാതിരി ചായ കോഫി ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നമ്മളെ നാട്ടിലൊക്കെ കണ്ടെയ്നറിലൊക്കെ കണ്ടുകഴിഞ്ഞില്ല ഇപ്പോഴത്തെ മോഡലിൽ പിന്നെ മാതിരി കണ്ടെയ്നർ ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബർഗർ സാൻഡ്വിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞ ഏരിയയിൽ ഈ ഏരിയയിൽ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ തന്നെ നല്ല കണ്ടെയ്നറിൽ ബർഗർ ആയിട്ട് റിസോർട്ട് മറ്റേ ഹോട്ടൽ ഐറ്റംസ് ഫുഡ്, ബർഗർ, ചായ, കോഫി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അങ്ങനെ നമ്മൾ ഒരു മണിക്കൂർ തോട്ടം, 1 മണിക്കൂർ തോട്ടം ഉണ്ടാവും. അപ്പോൾ ഗായ്സ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നമ്മളെ ഇത്തിയാദ് റെയിൽ ഉണ്ടല്ലോ, ഇത്തിയാദ് ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത്തിയാദ് ട്രെയിനാണ് പോകേണ്ടത്. ഇത്ര വലിയ കമ്പാർട്ട്മെൻ്റ് ആണല്ലേ. എന്താണ് ഫുള്ള് കണ്ടെയ്നറാണ്. പക്ഷെ ഇത് മറ്റേ ചരക്ക് മാത്രം ഓപ്പൺ ആയിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര ലെങ്ത് ഉണ്ട്.
ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോണ ഇത്യാദ് റെയില് അത്യാവശ്യം നല്ല ഫുള്ള് കണ്ടെയ്നറാണ് അല്ലേ? അപ്പൊ നിങ്ങളെങ്ങനെ നമ്മള് ഞാൻ സംശയം ചോദിച്ചാൽ നമ്മളെ ആ റെയിലുണ്ടല്ലോ ഇത്യാദ് റെയില്, അതില് നമുക്ക് ഇതില്ലല്ലോ പാസഞ്ചർ ഇതില്ലല്ലോ? ഇല്ലല്ലോ. കണ്ടെയ്നർ ചരക്ക് അത് എവിടെക്കാണ്? ദുബൈയില്ല? ദുബൈക്ക് പോണ്ടേ? അത് കറക്റ്റ് ആയിട്ട് അറിയണോലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. അത് മറ്റേ എവിടേക്കൊക്കെയാണ് അതിന്റെ റൂട്ട് കാര്യങ്ങളൊക്കെ നമ്മളവിടെയൊക്കെ കണ്ടിട്ട് ദുബൈയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഭാഗത്ത് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒക്കെ വന്നു കഴിഞ്ഞാൽ രസമാണ്, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ രസമല്ലേ നമുക്കൊന്ന്. സുഖമാണ്. അങ്ങനെ ഞങ്ങൾ അബുദാബി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം നമുക്ക് 33 മിനിറ്റ്, ഒരു 10-50 കിലോമീറ്റർ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളവിടെ എത്തും. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവത വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവ എന്താണ് പരിപാടി? അബുദാബി പോയിട്ട് ഇന്ന് എന്താണ് സംഭവം? ഇന്ന് എന്താ ഫുഡ് എന്താണ്? നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് മെയിനായിട്ട് ഞങ്ങൾ ഇന്ന് നമ്മൾ എവിടേക്കെങ്കിലും ഇങ്ങനെ ഇവിടെ ദുബൈയിൽ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കാച്ചിട്ട് നിന്നപ്പോഴാണ് കുഞ്ഞുമോൻ വിളിച്ചിക്കാണ്ട് നിങ്ങൾ നാട്ടിൽ കൊണ്ട് വരി, ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞത്. എന്താ സ്പെഷ്യൽ നമുക്ക് നോക്കണ്ടേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാൽ എന്താണോ എൻ്റെ സ്പെഷ്യല്. ആളെങ്ങനെ, ആള് സാറ് പാവാണ്. എന്തേ കാര്യത്തിലും നമ്മളപ്പോൾ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? റൂഫ, നമ്മള് നാവൽമ്പ ഇറക്കാൻ പോയൊരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഒരാൾ മെസ്സേജ് അയച്ച്. പിന്നെ കോട്ടയത്തുള്ള ഒരു ഏട്ടനാ, എന്താണ് ജോൺസൺ അങ്ങനത്തെ ഒരു പേരാണ്. ഇനി ഇൻസ്റ്റയിൽ നോക്കിയാൽ എനിക്ക് മെസ്സേജ് കണ്ടറിയുള്ളൂ. മൂപ്പര് പറഞ്ഞത് മൂപ്പർക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സംഭവമാണ് നമ്മളെ നാവൽബായ അറക്കാൻ പോയതൊക്കെ, അറക്കണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി നടക്കാണ്ട് എൻ്റെ ഇഷ്ടത്തിലേക്ക് മെസ്സേജ് അയച്ചാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ എന്താ പറയുക വീഡിയോയിൽ അങ്ങനെയൊക്കെ ഓരോരുത്തരും അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഫീലാണ്. നമ്മൾ കാരണം അവർക്ക് എന്താ പറയുക അങ്ങനെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും വലിയ കുഞ്ഞാവ ആക്റ്റീവായിട്ടാ, അത്രയും വലിയൊരു എന്താ പറയുക വാക്കുകളില്ല പറയാൻ അല്ല. ഭയങ്കര മനസ്സൊക്കെ ഭയങ്കര സന്തോഷമായി അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുണ്ടെങ്കിൽ, എന്താണ് നിങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹം? ഞങ്ങൾ മൂന്നാളെ എന്തെങ്കിലും കാട്ടുന്നതാണോ, അല്ലെങ്കിൽ വീഡിയോസ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന വീഡിയോസ് ആണോ, എന്താണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വെച്ചാൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റായിട്ട് കമന്റ് ചെയ്യൽ നിർബന്ധമാണ്. എന്താണ് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിയിക്കണം ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇനി ഒരു അരമണിക്കൂർ 10-20 മിനിറ്റ് ഓട്ടം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഏട്ടൻ, ആ ഏട്ടൻ നമ്മളെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എടുത്താളാ. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ അബുദാബിയിലെത്തി. ഏതാനും 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ കുഞ്ഞുമോൻ്റെ റൂമിൻ്റെ അടുത്തേക്ക്. ഞങ്ങൾ അബുദാബിയിലെത്തിയത് കുഞ്ഞുമോൻ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല പുഷ്പൊക്കെ ഇട്ടിക്കണല്ലോ. നിങ്ങൾ പോട്ടാല് ഇതാണ് എൻ്റെ റൂമില്ലേ? പ്രാവിനെ വളർത്തുക, ഫുള്ള് പ്രാവുകളാട്ടാ. അപ്പൊ ഇന്നും ഗായ്സ് നമ്മളെ സെറ്റപ്പ് ആയിട്ട് തന്നെ ഇറങ്ങിക്കണ്ടിട്ടാ. വൈകുന്നേരം ഒരു കുളി പാസ്സാക്കും ബീച്ചിൽ നിന്ന്. കുളിക്കും ഞങ്ങൾ. ഇവിടെ 6 മണിക്ക് ക്ലോസ് ചെയ്യില്ല. ഞങ്ങൾ ദുബായിൽ തന്നെ ഞങ്ങൾക്ക് അടിപൊളിയാണ്. അപ്പൊ നമ്മളെ പൂച്ച നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. പൂച്ച എന്താണ് ഇന്നത്തെ സ്പെഷ്യല് എന്ന് പറഞ്ഞിരിക്കാം. കേൾക്കൂല, ഉറക്കനെ പറ. ഇന്നത്തെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. നമുക്ക് വേറൊരു വീഡിയോ ഉണ്ട്. കഴിഞ്ഞ മാസം ഞാൻ അവിടെ ഫിഷിന്റെ ഷോപ്പ് ഇറങ്ങിയില്ല. ഒരു വർഷം മുമ്പ് പറഞ്ഞിരുന്നേ ആ കട കൊടുക്കണ പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് 60,000 ദിർഹംസ് വരെ എത്തി. ഇനി ഞാൻ ഇരുന്നിട്ട് അത് 20,000 കിട്ടുമോ? ഇപ്പോഴും കൊടുത്തിട്ടില്ല. അടിച്ചോൻ ആ കടന്റെ കാര്യമാണ് പറയേണ്ടത്. ഓല് വില പറഞ്ഞിന്ന് വ്ളോഗർ റൗഫ നമ്മളെ ഗിംബിൾ കാണിച്ചു കൊടുത്താ ഫുൾ സെറ്റപ്പിലായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. പ്രാവുകളില്ലേ
ഞങ്ങൾ എന്തെങ്കിലും ആവും. അതെ ഞങ്ങൾ മെയിൻ ബ്ലോഗർമാരാവും. അതെ അതെ ആയി കിട്ടിയാൽ മതി. ആയിട്ട് ഞങ്ങൾ അടങ്ങുള്ളൂ. കുഞ്ഞാവൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന വയറിലാക്കി എന്ന് പറഞ്ഞാണ് കുഞ്ഞാവ് അടക്കുന്നത്. അങ്ങനെയുള്ളൂ. അങ്ങനെ നിങ്ങൾ ഫ്ലാറ്റിൽ കയറാണ്. ഫ്ലാറ്റ് മേലെ ആകെ കിളി തൂറിക്കണല്ലോ. തേങ്ങാച്ചോറിന്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. ലിഫ്റ്റ് കയറാം. കുഞ്ഞാ തലൊന്നും പൊന്തിച്ചാളെ, അല്ലെങ്കിൽ അലിഞ്ഞി വെട്ടിയെടുക്കുന്നുണ്ട്. ആരെങ്കിലും ബന്ധുക്കാർ സ്ട്രോട്ട് കുത്തും. ഒറ്റ കുത്തിക്കാനോ 3 1 അതിന്റെ ലിഫ്റ്റില് ഇങ്ങനത്തെ പുള്ളി ഷർട്ടൊക്കെ പണ്ട് ഞാനാണല്ലോ ഇതിട്ടടക്കേ. ഇതിന്റെ കണ്ടിതാവണ്ട. അതെ മാനിപ്പാന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഇൻസ്പിറേഷൻ. ഞാൻ പുള്ളി ഇങ്ങനത്തെ പുള്ളിയാണ് ഇട്ടല്ലേ. അതാ നല്ല രസം. എന്റെ അടുത്തുണ്ടല്ലോ ഇങ്ങനത്തെ ഷർട്ട്. ഇത് കുരുമാന്റെ സൈക്കിളാണോ? ഇതിന്റെ സൈക്കിള് എക്സസൈസ് ഒന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. 303 101 അങ്ങനെ വന്ന പാട് കണ്ട കാഴ്ചനെ എന്തൊക്കെയാണ്? പപ്പടം ഉണ്ടാ, പഴം ഉണ്ടാ, പിന്നെ എന്താ പൊരിച്ചോറുണ്ടാ, കുക്കറുണ്ട്. അതുപോലെ ബാൽക്കണിയാണ്. ഷാമോൻ ഇല്ലടാ. പൗഡറൊക്കെ ഇട്ട് മാഷാള്ള മേക്കപ്പ് ഒക്കെ ചെയ്ത് ചുണ്ടപ്പിച്ചിക്കണ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റായി ഇറങ്ങിക്കണം. ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഷാമോനെ എല്ലാവർക്കും അറിയില്ല. ഷാമോൻ നമ്മളെ നാട്ടുകാരനാണ്. നമ്മളെ നാട്ടുകാരനാണ്. എന്റെ അളാപ്പാന്റെ ഇളച്ചനാണ്. നമ്മളെ ചങ്ങായിയാണ്. കുഞ്ഞിപ്പാന്റെ ഇളച്ചനല്ലേ ഈ അന്ന് പിന്നാലെ പറയേണ്ടത്. അത് നമ്മളെ മുത്തുമണി, ഇന്റെ നട്ടല് റൂഫ് കുഞ്ഞാവ. അല്ലെങ്കിൽ വലിയ വേറെ ആളില്ല. മാമുന്നാണോ? മാമുന്ന മാമുന്ന ഇത് നമ്മളെ ദുവ. സ്കൂൾ ഓർക്കല്ലേ? നാളെ ഓർക്കില്ല. നാളെ സ്കൂൾ ഓർക്കില്ല. പുതിയ ഫ്രണ്ട്സ്, പുതിയ ക്ലാസ്. ഉണക്കമാങ്ങയാണ് അല്ലേ? അടിപൊളി 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 അടിപൊളി. എനിക്ക് കുഞ്ഞാവ് വണ്ടി നോക്കിട്ട് എന്തായി? കുഞ്ഞാവിന്റെ ആള് മറ്റേ ടിക്കറ്റ് എടുക്കണമായിരിക്കും. പക്ഷെ കുഞ്ഞാവല്ല ഷാമോന, കുഞ്ഞാവ് അങ്ങനല്ല. വാഗ്ദാനം ഉണ്ടാവും, ഒരു കാര്യം നടക്കൂല. കുഞ്ഞാവ് ലാസ്റ്റ് വോട്ടേജ് കണ്ടില്ലേ? ഏട്ടത്തിനെ കാണിച്ചു ഏട്ടത്തിനെ കിട്ടിയ റിസ്ക് എടുത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പാർട്ണർഷിപ്പിലാക്കിയിട്ട് നമ്മളോട് പറയാതെ വണ്ടി എടുത്തു. പക്ഷെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാല് ലാഭം തരണ്ടേ? ലാസ്റ്റ് എന്തായി? ആള് പോയി പെട്ടും ചെയ്തു. 2013 കൊറോള എന്ന വണ്ടി 2013 വണ്ടി കച്ചവടാക്കാൻ പോയി. അല്ല, 2013 വണ്ടി കച്ചവടാക്കാൻ പോയി. അവിടെ പോയിക്കാണ്ട് മുലുക്കി നോക്കിയപ്പോ 2008 വില അതിന് മുന്നേ പറഞ്ഞു ചെയ്തിരിക്കണോ. അങ്ങനെ പോയി പെട്ടു. ഞങ്ങളെ കുട്ടിയിട്ടാണ്. അതിന് പുറമെ പാസിംഗ് പൊട്ടി. പാസിംഗ് 3 വട്ടം. മറ്റേ എന്താ പറയാ, ഗംഗാര് കുട്ടികളെ ഏറ്റെടുക്കണ്ടായിരിക്കും. റിക്കവറി ഇവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. നിന്റെ മുഖത്തൊക്കെ പറയണു. ഇവന്റ് അതല്ല കുഞ്ഞോന എത്ര റുപ്യക്ക്?
വണ്ടി നോക്കാൻ പോയ 9,500. പക്ഷെ അതല്ല 11,500 ചോദിച്ചിക്കാണ്ട് വന്നിട്ട് ഓൻ പറഞ്ഞു കൊടുക്കൂലാറിനെ. പിറ്റേ ദിവസം 3,000 പോയി കിട്ടി. 3,000 പോയി കിട്ടി. അതല്ല 10,500 കൈ കൊടുത്തു. അപ്പൊ അവർക്ക് ഭയങ്കര മനസ്സങ്കടം. ഭയങ്കര സങ്കടം. പിന്നെ എങ്ങനെ അത് കൊടുക്ക 10,500 ആ സെന്റിമെന്റൽ ഇതും വെച്ചിക്കാണ്ട് ഓനെ കയ്യിൽ വെച്ചിരുന്ന്. പിന്നെ കണ്ടു പിന്നെന്താ വണ്ടിക്ക് ഇഞ്ചൻ പണി, ഗിയർ ബോക്സ്. പിന്നെ അതല്ല, ഇവനോട് ഞാൻ നല്ലൊരു ഓപ്ഷൻ പറഞ്ഞു. ഒരു മിനിറ്റ്, എന്നോട് നല്ലൊരു ഓപ്ഷൻ ഞങ്ങൾ പറഞ്ഞു. എന്ത് ഗിവ് കൊടുക്കാം നമ്മള് സബ്സ്ക്രൈബേഴ്സിനാ വണ്ടീന്ന്. കുഞ്ഞിപ്പേ ഇന്നലെ ഇവിടെ ഷാബിയ 10 ഉദ്ഘാടനത്തിൽ ചീഫ് ഗസ്റ്റ് ഇന്നലെ എന്നോട് പറഞ്ഞു. വന്നില്ല നമ്മളാ മറ്റേ ഒരു പീസിലെ ബിരിയാണിക്ക് വേണ്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം മെഡിക്കൽ ചെക്കപ്പിന്. അതല്ല അവിടെ പോയ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഫുൾ ഫ്രീ. പക്ഷെ അതല്ല, നമുക്ക് നല്ലൊരു കാര്യത്തിന് നമ്മൾ അലോഫോക്സ് നടക്കേണ്ട ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. അതിന്റെ ഒരു ബ്ലഡ് ഡൊണേറ്റിന്റെ കാര്യമാണ് ഇപ്പൊ ഇവര് പറയേണ്ടത്. അവിടെ പോയിട്ട് തിന്നാൻ കിട്ടില്ല. നമ്മള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനോ ബ്ലഡ് ചെക്കപ്പിനോട് പോയിക്കുണ്ട്. അല്ലല്ല, പൊക്കി പറയല്ല, നല്ലൊരു സംരംഭമാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ജോബ് കാര്യങ്ങള് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ സംഗതി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങള് നമ്മൾ ചെയ്തു കൊടുക്കണം. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ അബുദാബിയിൽ അതുകൊണ്ട് ഷുഗർ ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാനായി. ചില ആൾക്കാരെ ഷുഗറൊക്കെ ഉള്ളത് പുറത്തേക്ക് ചാടിയും ചെയ്ത് കുഞ്ഞാ വിട്ടു. കുഞ്ഞുമോനക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. കുഞ്ഞുമോനക്ക് ഒരു നിസാൻ സണ്ണി ഉണ്ടായിരുന്നു. കുഞ്ഞുമോൻ ഇവിടുന്ന് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ദുബായിലുള്ളവർക്ക് അറിയാം കുഞ്ഞുമോൻ വരുന്നുണ്ടെന്ന്. പിന്നെ അതേമാർക്കാണെങ്കിൽ 2 ദിവസം റെന്റിന് പോയി. നമ്മൾ ഗിവ് കൊടുക്കുക. കച്ചവടം ഗുൽമന അല്ല, വണ്ടി ഫോട്ടോ ഗ്രൂപ്പ് കിട്ടാൻ പറ. ഗ്രൂപ്പ് കിട്ടാൻ കച്ചവടമാവില്ല പെട്ടെന്ന്. ഷാമോനാടെ മോൻ പറഞ്ഞ ആടയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷാമോനെ റൂഫിനൊക്കെ കൂട്ടാന്ന്. ഓൾക്ക് പറഞ്ഞു ഒരു മിനിറ്റ് ഉന്മോൻ അത് കാണിച്ചടി, കവറൻ ചടിക്കാം. ഇത് നിലത്ത് ചോറൊന്നും ആവാതിരിക്കാനുള്ളതാണ്. നിലത്ത് ചോറ് ആവാതിരിക്കാനുള്ള സീറ്റാണിത്. ഇതൊരു ചോറും പുറത്ത് പോവില്ല, എല്ലാം പുറത്തേക്കാണ്. ഷാമ എപ്പോഴും എന്തിനാ നമ്മളെ ചാനലും കണ്ട് വീഡിയോ കണ്ടിരിക്കുകയാണ്. നമ്മള് വരുന്നുണ്ടപ്പോ ഒപ്പം ഓണാക്കിയതാണ്. അപ്പൊ നമ്മളെ പൊതിച്ചോറാട്ടെന്ന് ഇന്നത്തെ സ്പെഷ്യല്. ചോറുണ്ട്, പപ്പടുണ്ട്. പിന്നെ ഒന്ന് ഓപ്പണായിക്കാം. തുറന്നിട്ട് കുഞ്ഞാവ പറഞ്ഞ എന്തൊക്കെയല്ലേ? ചീര, കാബേജ്, അച്ചാറ്, ഉണക്കല്, പിന്നെ മാങ്ങ അച്ചാറില്ല, അച്ചാറ്, പിന്നെ ഒരു ഉണക്കമീൻ. ഇപ്പൊ ഞങ്ങളിനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടാ. ഭക്ഷണം കഴിച്ചിട്ട് കാണല്ലേ റൂഫ കഴിച്ചു. മോരുകറി ഉണ്ട്. അല്ല ഇതെന്താ കൂന്തളല്ലേ? കൂന്തള്, ചമ്മന്തി, പിന്നെ ഇതെന്ത് കറിയാ? മാന്തള് കറി, മോരുകറി, ചീര, ഉണക്കമീന്. പണ്ട് വരെ റൂമിൽ നിന്ന് അടിച്ചു വിട്ടാട്ടോ വേറെ ഫ്ലാറ്റിൽ നിന്ന്. ഉണക്കമീനോട് പൊരിച്ചപ്പോ ഇനി ഭക്ഷണം കഴിക്കട്ടെ. എന്തായാലും ഇതിന് മുകളിൽ നമ്മളെ വീഡിയോ കണ്ടോണ്ടിരിക്കണം. സ്വന്തം വീഡിയോ കണ്ട് ആസ്വദിക്കണം നിങ്ങള്. ഒരു കാലത്ത് പറയും. അപ്പൊ കഴിച്ച് ഞങ്ങള് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച്. എങ്ങനെയുണ്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ? സൂപ്പർ അല്ല, നല്ല ഭക്ഷണം. ആരാ ശമന ഭക്ഷണം ഉണ്ടാക്കിയത്? ഏതെല്ലാം സാധനങ്ങള് ഭക്ഷണം ഇവിടെ ഉണ്ടാക്കിയതല്ലേ? ഇവരുണ്ടാക്കിയത് തന്നെയല്ലേ? ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി പൊതിച്ചോറ്. അപ്പൊ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഞങ്ങൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച്. അപ്പൊ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ. ബൈ.